ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പം നമ്മുടെ ട്യൂസ്ഡേ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിളമ്പി ഉണ്ടാലോ. ഇന്ന് എനിക്ക് അത്ര നല്ല സുഖമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പ്ലേറ്റിൻ്റെ വീഡിയോ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരി ചോറ്, ഇത് ഞാൻ രതീഷേൻ്റെ പ്ലേറ്റ് ആട്ടോ സെറ്റ് ചെയ്യണത്, എൻ്റെ പ്ലേറ്റ് അല്ല കേട്ടോ. പിന്നെ നമുക്കിന്ന് കൂട്ടാൻ വെച്ചേക്കണത് മീനില്ലാത്ത മീൻകറി, അതായത് കോവയ്ക്ക വെച്ചിട്ട് മീൻകറി പോലെ തന്നെ വെച്ചേക്കുക. കോവയ്ക്ക ആദ്യം വഴറ്റിയെടുത്തിട്ട് സെയിം മീൻകറി വെക്കുന്ന പ്രൊസീജിയർ, മീനിന് പകരം ആ വഴറ്റിയ കോവയ്ക്ക ഇടും നീളത്തിലുള്ള, അതാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് കറി. പിന്നെ ബീട്രൂട്ട് നിറയെ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ബീട്രൂട്ട് തോരനുണ്ടാക്കി. ഇന്ന് വേറെ തോരനൊന്നുമില്ല, കാരണം ഇന്ന് പ്രാർത്ഥനക്കുട്ടൻ സ്കൂളിൽ ക്യാൻറ്റീനിലാണ് ഫുഡ് കഴിക്കണത്. ഇന്ന് അവർക്ക് അവിയലും സാമ്പാറും ഒക്കെ ഉണ്ട്, അപ്പോൾ അവൾ അവിടെ നിന്ന് ഊണ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വേണ്ടി ഇന്ന് വേറെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല, അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ട് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നല്ല ചാള, അത് ഞാൻ ഫ്രൈ അല്ല, ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുത്ത പോലെയാണ്, അധികം എണ്ണയൊന്നും ഒഴിക്കാതെ പൊള്ളിച്ചെടുത്ത് നല്ല ചാള. അത് നല്ല കുരുകുരാന്നുള്ള കുഞ്ഞു ചാളായിരുന്നു കേട്ടോ. ഞാൻ ഫ്രഷ് ഹോമിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് കട്ടത്തൈരില്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് ഊണ് കഴിക്കാൻ ഭയങ്കര വിഷമാണ്. മീനിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, സ്റ്റിൽ എനിക്ക് കട്ടത്തൈര് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ രതീഷേൻ്റെ പ്ലേറ്റിലേക്ക് തൈര് ഒഴിച്ചു. ഏട്ടൻ ചിലപ്പോൾ തൈര് കഴിക്കില്ല, ഞാൻ തിരിച്ചെടുക്കും കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ആ പ്ലേറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഈ ചാള തന്നെ എടുത്ത് ഞാൻ നല്ല മുളക് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എരിയും പുളിയുള്ള ചാളയുടെ മുളക് ചാറായിരുന്നു. അത് എന്താ പറയുക, ഉണ്ടാക്കുമ്പോൾ തന്നെ മൂക്കത്തേക്ക് ഇങ്ങനെ സ്മെല്ലടിക്കുമായിരുന്നു. അപ്പോൾ അതും ഒരു സൈഡിൽ വെച്ച് കൊടുത്തു. ദെൻ കട്ടത്തൈരുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കൊണ്ടാട്ട മുളക്, ഇത് ഏട്ടൻ കഴിക്കില്ല, ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി വെച്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്ലേറ്റ് ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ പ്ലേറ്റിൽ കൈയിട്ട് വരാൻ ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ ആദ്യത്തെ ഉരുള ഇതിൽ നിന്ന് ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചാളയും ചാളക്കറിയുമാണ് എനിക്ക് ഇന്നത്തെ കഴിക്കാനായിട്ട് ഫീൽ ചെയ്തത്. അല്ലെങ്കിലും പനിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര സ്പൈസി ആയിട്ട് കഴിക്കാൻ തോന്നില്ലേ. അപ്പം ഞാനും പെട്ടെന്ന് വിളമ്പി കഴിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.